എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹബന്ധത്തിന്റെ പേർക്ക് പൈസ കടന്നു കൊടുക്കും. പക്ഷേ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഈ പറയുന്ന പൈസകൾ ആരും തരത്തില്ല. ചില ആൾക്കാർ കൃത്യമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രീതി സ്നേഹബന്ധം എന്ന് ഓർത്തിട്ട് പൈസ ഇപ്പോഴും നല്ലപോലെ കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന ഭക്തജനങ്ങളും ഉണ്ട്. എന്നാൽ ചില ആൾക്കാർ പൈസ മേടിച്ച് ഒട്ടും തിരിച്ചു കൊടുക്കത്തില്ല. അത് അവർക്കൊരു ശീലമാണ്, അല്ലേ? എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ എടുത്തു. തിരുമേനി ഞാൻ അവർക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് 5000 രൂപ, എനിക്ക് 10000 രൂപ കൊടുത്തു. പക്ഷേ ഈ 5-6 മാസമായിട്ട് എനിക്ക് അവർ പൈസയും തരുന്നില്ല, പലിശയ്ക്കും തരുന്നില്ല. എന്തിനാണ് കൊടുക്കാൻ പോയത്? എൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരു ഛേദമില്ലാത്ത ഒരു ഉപകാരം അവർ 3-4 മാസമാണെങ്കിലും തിരിച്ചു തരും. പക്ഷെ നമ്മൾ പാവത്വം ഓർത്ത് കൊടുക്കും. പക്ഷെ ചില ആൾക്കാർ തരത്തില്ല. ചില ആൾക്കാർ തരുന്നവരുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് 5000 രൂപ തന്ന്, അത് നാളെ അവൻ ചോദിക്കുന്നപ്പുറം കൊടുക്കണം, എങ്കിലേ എൻ്റെ ഒരു ആവശ്യം വരുന്നത് എനിക്ക് അവൻ തരത്തുള്ളൂ, അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ 100-ൽ ഒരു 90% ആൾക്കാരും പൈസ കടം കൊടുത്താൽ തിരിച്ച് കിട്ടാൻ മടിയായിരിക്കും. അവർ തിരിച്ച് തരത്തില്ല. ചില ആൾക്കാർ ഒട്ടും തരത്തില്ല. അപ്പോൾ ചില ആൾക്കാർ വലിയ വലിയ സംഖ്യകളും കാര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ ആൾക്കാർ തരത്തില്ല. പക്ഷേ നമുക്ക് കൊടുത്ത പൈസ ഇലയ്ക്കും മുള്ളിനും കീടില്ലാതെ എങ്ങനെ നമുക്കത് മേടിച്ചെടുക്കാനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടം കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ അവർ മനസ്സ് തോന്നി നമുക്ക് കൊണ്ടുതരാം, അത് എന്ത് വഴിപാട് കാര്യങ്ങൾ ചെയ്താലാണ്? ആദ്യം തന്നെ നമ്മൾ നിയമത്തിൻ്റെ വഴിക്കായിട്ട് പോകണം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഈശ്വരനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ സുബ്രഹ്മണ്യൻ ഉപാസന ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കാര്യങ്ങളുണ്ട്, എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഭഗവാന്റെ സാന്നിധ്യം കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈശ്വരൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഭക്ഷണവും വെള്ളവും കുടിക്കാതിരിക്കുവാണെങ്കിൽ 2 ദിവസമൊക്കെ ഞാൻ പിടിച്ചു വയ്ക്കും. പക്ഷെ 3 താഴെ വീഴും. അപ്പോൾ എനിക്ക് ഈശ്വരൻ അനുഗ്രഹം ഉണ്ട്. പക്ഷെ നമ്മൾ കർമ്മം ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പൈസ സംബന്ധമായിട്ട് വലിയ വലിയ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നീങ്ങുക. ഒപ്പം തന്നെ കാരുണ്യത്തിന് വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് കാര്യങ്ങളും കർമ്മങ്ങളും സ്പീഡപ്പ് ആവാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഭക്തജനങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഒരു ഡോക്ടറും രോഗിയും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് ബന്ധുക്കളോട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. താൻ പാതി ദൈവം പാതി, അല്ലേ? നമ്മൾ അസുഖം വന്നാൽ നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ മന്ത്രത്തോടെ അസുഖങ്ങളും കാര്യങ്ങളും മാറത്തില്ല. പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മൃത്യുഞ്ജയ അർച്ചന ഇല്ലെങ്കിൽ ധന്വന്തരി മന്ത്ര അർച്ചനയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ മാറും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം അവർക്ക് നമ്മളോട് പൈസ തരാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകും മനസ്സിന്. അയ്യോ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് എനിക്കിത് തിരിച്ചു കൊടുക്കണം, അതായത് ഈശ്വര കാരണത്തിൽ അവർക്ക് തോന്നും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കടലാടി എന്ന് പറഞ്ഞൊരു ചമത ഭക്തജനങ്ങൾക്ക് അറിയാൻ പറ്റും. കടലാടി ചമത, ആ ഒരു കടലാടി ചമത കൊണ്ട് നമ്മൾ മാതങ്കേശ്വരി മന്ത്രം കൊണ്ട് ശരഭമന്ത്രം കൊണ്ട് ഹോമം ചെയ്യും. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അഗ്നിയിലേക്കാണ് സമർപ്പിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കടം മേടിച്ച വ്യക്തിയുടെ വീട്ടുപേര് വെച്ചിട്ട്, അതായത് കൊടുത്ത ആളെ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യക്തികൾക്ക് മനസ്സ് തോന്നി ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ അവർക്ക് നമ്മൾ പൈസ കൊണ്ടുത്തരും. അതായത് കടം മേടിച്ച പൈസ നമുക്ക് മുഴുവനായിട്ടും തിരിച്ചു കിട്ടും. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം, അതായത് കടലാടി കൊണ്ട് ശരഭമന്ത്രം കൊണ്ടും മാതങ്കേശ്വരി മന്ത്രം കൊണ്ടും ഹോമം ചെയ്യുമ്പോഴത്തേക്ക് അത് ഭക്തജനങ്ങൾ ആവശ്യപ്രകാരമാണെങ്കിൽ ഞാനിവിടെ ചെയ്തു തരാം. ഒപ്പം തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാട് എന്ന് വെച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അവർ നമ്മളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുവാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് രക്തഹാര മാല, അതായത് ചുമന്ന കളറിലുള്ള മാല കൊണ്ട് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം. ഒരു ഉദാഹരണത്തിന് ചെത്തിമാലയാകാം, ചെമ്പരത്തിമാലയാകാം, മുളക് ചെമ്പരത്തിമാല. ഈ ചെമ്പരത്തിമാല കൈ എടുത്തുകൊണ്ട് പോയ ദേവി, ഞാൻ ഇന്നവർക്ക് ഇന്ന കാശ് കൊടുത്തു, പക്ഷെ അവർക്ക് അത് തരാനുള്ള മനസ്സിലും അവർക്ക് സാമ്പത്തിക തടസ്സങ്ങൾ മാറി എനിക്കെൻ്റെ പൈസ തിരികെ കിട്ടണോ എന്ന് വേണം പറഞ്ഞ് നമ്മൾ മാല വെക്കാൻ. ഭഗവാനെ, അവനെൻ്റെ കാശ് തന്നില്ല, അവന് ഒരിക്കലും ഗതി പിടിക്കില്ലെങ്കിൽ അവന് നശിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഈ മാല വെക്കുവാണെങ്കിൽ ഒരിക്കലും അവൻ ചിലപ്പം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എന്തായാലും അവൻ നശിച്ചു, പക്ഷെ നമ്മുടെ പൈസ കിട്ടിയില്ല. അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി അവൻ എനിക്ക് തരാനുള്ള പൈസകൾ തിരിച്ചു കിട്ടി തരണം. ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എന്നും നിലനിന്ന് പോകണം. അതിന് ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണേ നല്ല ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഈ മാല വെക്കാൻ. അപ്പോൾ നമ്മൾ മാല വെക്കേണ്ട കാര്യങ്ങൾ അറിയാലോ. ചെത്തിപ്പൂമാലയോ മുളക് ചെമ്പരത്തിയോ മാല വെച്ചിട്ട്, ഭഗവാനെ, ഞാൻ അവന് കാശ് കൊടുത്ത് അവൻ്റെ പ്രശ്നങ്ങൾ മാറുക, അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറുക, എനിക്ക് എന്നോട് മേടിച്ച കാശ് തരാനുള്ള അവന് മനസ്സിൽ തോന്നണമെന്ന് പ്രാർത്ഥിച്ച് ഒരു 7 വലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ വലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ മാല വെക്കാൻ. അപ്പോൾ നമ്മൾ ഈ മാല വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദേവി നമുക്ക് അതിനുള്ള കാര്യങ്ങൾ അനുകൂലിച്ച് തരികയും ചെയ്യും. ഒപ്പം തന്നെ അവന് പൈസ തരാനുള്ള മനസ്സിലും ചെയ്യും. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കടം കൊടുത്ത പൈസയാണെങ്കിലും നമുക്കത് തിരികെ കിട്ടും. അത് ഞാൻ ഒത്തിരി പേർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട്
മിക്ക ആൾക്കാർക്കും പറഞ്ഞു കൊടുത്ത ഈ ഒരു കാര്യം അവർക്ക് പൈസ കിട്ടിയ അനുഭവസ്ഥരുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിലൂടെ അറിവ് ചെയ്ത് പറഞ്ഞു തരികയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.